തലയ്ക്കുമീതെ വാളായി വൻമരങ്ങൾ. പൊള്ളുന്ന വേനലിൽ തണലും കുളിരും നൽകിയ മരങ്ങൾ മഴക്കാലമായതോടെ ആദിയാവുകയാണ്. കാറ്റും മഴയും ശക്തമായതോടെ കേടുള്ളതും ബലമില്ലാത്തതുമായ മരങ്ങൾ പലയിടത്തും നിലംപതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാറ്റിൽ കൊമ്പുകൾ ഒടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ നാശനഷ്ടം ഉണ്ടായി. റോഡിലേക്ക് അപകടാവസ്ഥയിൽ ചെരിഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ഇലകളിൽ മഴവെള്ളം നിറയുമ്പോൾ കനം തൂങ്ങി മരം മറിഞ്ഞു വീഴുന്നു. ചേർപ്പ് മേഖലയിൽ മരം വീണ വലിയ ദുരന്തവും നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. കോടന്നൂരിൽ ആൽമരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണതുമൂലം തകർന്ന വൈദ്യുതി പോസ്റ്റിന്റെ അടിയിൽപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപ് 2 പേർ മരിച്ചിരുന്നു. കൂടാതെ വർഷങ്ങൾക്ക് മുമ്പ് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണ ഒരാൾ മരിച്ചിരുന്നു. കാലവർഷ ദുരന്ത പ്രതികരണ മാർഗരേഖ പ്രകാരം സർക്കാർ വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൈവശ ഭൂമിയിലുള്ള അപകടകരമായ മരങ്ങളും മരച്ചില്ലകളും കണ്ടെത്തി മുറിച്ചു മാറ്റുവാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവ് നൽകാറുണ്ട്. മരങ്ങളും മരച്ചില്ലകളും അപകടാവസ്ഥയിലാണെങ്കിൽ അടിയന്തരമായി മുറിച്ചു മാറ്റേണ്ടതാണെന്നും മുറിക്കാനുള്ള അനുമതിക്കായി ശുപാർശ സമർപ്പിക്കുന്നതിന് ദുരന്ത പ്രതികരണ മാർഗരേഖയുണ്ട്. ഇതുപ്രകാരം പ്രാദേശികമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, പ്രദേശത്തെ വനം റേഞ്ച് ഓഫീസർ എന്നിവരടങ്ങുന്ന സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സമിതിയുടെ ശുപാർശ പ്രകാരം തഹസീൽദാർമാർക്ക് മരങ്ങളും മരച്ചില്ലകളും മുറിക്കുവാനുള്ള ഉത്തരവ് നൽകാറുണ്ട്. എന്നാൽ ഈ സംവിധാനങ്ങൾ പലപ്പോഴും നോക്കുകുത്തിയാവുകയാണ്. തൃശൂർ തൃപ്രയാർ റോഡിൽ ചേർപ്പ് പടിഞ്ഞാട്ടുമുറി മുതൽ ചെറുചേനം മുത്തുള്ളിയാൽ ഹെർബർട്ട് കനാൽ വരെ അനേകം മരങ്ങൾ കടപുഴുകിയും ഒടിഞ്ഞും വീണിട്ടുണ്ട്. വാഹനങ്ങൾ, വൈദ്യുതി സംവിധാനം എന്നിവയ്ക്ക് വലിയ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ചേർപ്പ് ചെറുചേനം ഭാഗത്ത് അപകടാവസ്ഥയിലുള്ള മരം മുറിക്കാൻ വാർഡംഗം പലതവണ ശ്രമം നടത്തിയിട്ടും മീഡിയ 4 അതേക്കുറിച്ച് വാർത്ത നൽകിയിട്ടും ബന്ധപ്പെട്ട ചേർപ്പ് PWD ഓഫീസിലെ ഉദ്യോഗസ്ഥർ യാതൊരു നടപടിയും എടുത്തില്ല. ഒടുവിൽ ഈയിടെ മരം റോഡിലേക്ക് മറിഞ്ഞു വീണു. റോഡിൽ ഈ സമയം വാഹനവും യാത്രക്കാരും ഇല്ലാതിരുന്നതിനാൽ ദുരന്തമൊഴിവായി. എന്നിട്ടും ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരു കുലുക്കവുമില്ല. മഴക്കാലമായാൽ മറിഞ്ഞു വീഴുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് രാപകലില്ലാതെ അധ്വാനവുമാണ്.